21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച, ഏറ്റവും വലിയ ചിത്രമായി മാറുകയാണ്. ബിഗ്ഗസ്റ്റ് ഹിറ്റിലേക്ക് എത്തുകയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. 1.18 കോടി ഫുട്ഫോൾസ് ആണ് ലോകയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ചിത്രമായി മാറുന്നു ഈ 21-ാം നൂറ്റാണ്ടിലെ. ആകെ രണ്ട് ചിത്രങ്ങളാണ് ആ പട്ടികയിലുള്ളത്. ഒന്ന് മഞ്ഞുമ്മൽ ബോയ്സ്, രണ്ടാമത് ഈ ഒരു ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സിനെ മലർത്തി അടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് പലരും പറഞ്ഞിരുന്ന പല കണക്കുകളും പല സിനിമകൾക്കുമുണ്ട്. അതെല്ലാം ഒരു ചൈനീസ് സംഭവമായി കണ്ടാൽ മതി. അങ്ങനെ ഒരു ഫുട്ഫോൾ വേറെ സിനിമകൾക്ക് പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വടിച്ച് കയറുകയാണ് ലോക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്ന് ഈ ഒരു സമയം വരെ, അതായത് വൈകുന്നേരം 4 മണി വരെ സിനിമ നേടിയിരിക്കുന്നത് 1,12,00,000 രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ. അതായത് 1,35,00,000 രൂപ വൈകുന്നേരത്തിനുള്ളിൽ കടന്നിരിക്കുന്നു. ഇന്നലെ നേടിയ കളക്ഷൻ ഒരുപക്ഷെ ഒരു 6 മണി ആകുമ്പോഴത്തേക്ക് ഇന്നലെ നേടിയ ഫൈനൽ കളക്ഷൻ കവർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്നലെ 1,27,00,000 രൂപയോളമായിരുന്നു സിനിമയുടെ കളക്ഷനായി പുറത്തു വന്നത്. അതായത് 1,55,00,000 രൂപയായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് വന്നത്. ഇന്ന് അതേ കളക്ഷൻ സിനിമ 6 മണിക്കുള്ളിൽ തീർക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് അങ്ങനെ തന്നെയാണ്. മണിക്കൂറിൽ 2,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. രാവിലെ സമയങ്ങളിൽ 3,500, 3,800 വരെ എത്തിയ സമയങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് 68,900, അതായത് 69,000 ടിക്കറ്റുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 27% ഇപ്പോഴുള്ള ഒക്യുപ്പൻസി. തീർച്ചയായും 37% മുകളിലേക്ക് ഫൈനൽ ഒക്യുപ്പൻസി വരുമെന്നുള്ളത് ഉറപ്പിക്കാം. 972 ഷോകൾ സാധാരണ പോലെ തന്നെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ലോകയുടെ 35-ാം ദിനം അത് ലോക റെക്കോർഡിലേക്ക് തന്നെ പോകുന്നു. മലയാള ഫിലിം ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. വേറെ ഏത് ഇൻഡസ്ട്രി വെച്ച് നോക്കുവാണെങ്കിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. 35 ദിവസമൊക്കെ ഓടുന്ന സിനിമ പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്ന് സ്വപ്നങ്ങളിൽ മാത്രമാണ്. ചില സിനിമകൾ ഓടും, OTT കഴിഞ്ഞിട്ട് മൾട്ടിപ്ലക്സുകളിൽ കുറച്ച് നാളും കൂടി ഓടി. അതായത് തുടരുമെന്ന ചിത്രം ചെയ്ത പോലെ 40-45 ദിവസം വരെ ഓടി 107,19,00,000 രൂപ നേടി. ഇവിടെ 35-ാം ദിനത്തിൽ ഈ സിനിമ ഇപ്പോൾ എത്തിയിരിക്കുന്നത് 106,22,00,000 രൂപയിലേക്കാണ്. അതായത് ഇനി കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 98,00,000 രൂപ കൂടെ ട്രാക്കിങ്ങിലൂടെ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് സിനിമ കയറി എന്നുള്ളതാണ്. എന്താണേലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായി മാറുകയാണ്. 1 കോടിക്ക് മുകളിൽ ആളുകൾ കണ്ട അല്ലെങ്കിൽ 2 സിനിമകൾ എന്ന് തന്നെ പറയാം. അതിനകത്തിലേക്ക് വരികയാണ് ഈ ഒരു ചിത്രം. എന്താണേലും മികച്ച രീതിയിലേക്ക് തന്നെ പോകുന്നു. 3 ചിത്രങ്ങളുണ്ട്. തുടരും എന്ന ചിത്രവുമുണ്ട് ഇതിനിടയിൽ. അത് 1 കോടിക്ക് മുകളിലേക്ക് വരുന്നത്. എന്താണേലും അമ്മാതിരി 1.18 ആ റേഞ്ചിലേക്ക് വേറെ ഒരു ചിത്രവും എത്തിയിട്ടും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് ഈ സിനിമ 300 കോടി ക്ലബിലേക്ക് കയറുന്നത് എന്നുള്ളതൊന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. താങ്ക് യു ബ്രോസ്.